പ്രൊഫസർ റോണി കെ ബേബി, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ വാക്കുകളാണ്. കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ ഏകദേശം 50 കോടിയോളം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു എന്നാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇനി തുടർ നടപടികളൊക്കെ ഉണ്ടാകും. അതിനുള്ള പ്രാരംഭ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കോടികൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആർക്കാണ്, എവിടെയാണ് നീതി കിട്ടുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞതിന്റെ ഒരു ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നം എന്താ? ഇവിടുത്തെ ഈ മലയോര ജനത ഒരു വലിയ ഒരു പ്രതിസന്ധിയില്ല. ഈ കാടിറങ്ങി വരുന്ന വന്യജീവികൾ മാത്രമല്ല അവരുടെ ജീവന് ഭീഷണിയാകുന്നത്. ഇതുപോലെയുള്ള മാഫിയ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്ന വലിയൊരു മാഫിയ, ഇതൊരു വലിയ കൊള്ളയാണ് ശരിക്കും നടക്കുന്ന വനംവകുപ്പ്. കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. നമ്മൾ ഈ വനപ്രദേശവുമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഏറ്റവും മുന്തിയ ഇനം വാഹനങ്ങളിലാണ് ഇവർ യാത്ര ചെയ്തത്. ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും ഏകദേശം 100 കോടിയോളം രൂപയാണ് വനം വകുപ്പിന് വേണ്ടി ഏറ്റവും പുതിയ ഈ ഇന്നോവ കാറുകൾ ഉൾപ്പെടെ. ഈ ഇന്നോവ കാറുകളിലൂടെയൊക്കെയാണോ വനത്തിന്റെ അകത്ത് പോയി അവിടെ ആവശ്യമായിട്ടുള്ള പിന്നെ ഈ പറയുന്ന വന്യജീവികളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളൊക്കെ ചെയ്യുന്നത്? ഇത് മുഴുവൻ കൊള്ളയടിക്കുകയാണ്. ഇത് പിന്നെ വലിയൊരു മാഫിയ സംഘം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സ്ഥലമാറ്റത്തിന്, റേഞ്ചർ ഓഫീസറുടെ തസ്തികയ്ക്ക് സ്ഥലമാറ്റത്തിന് ലക്ഷക്കണക്കിന് കോടി പിന്നെ രൂപയുടെ അഴിമതിയുടെ വിലപേശല് നമ്മൾ നടത്തുന്നത്. പക്ഷെ നമ്മളിവിടെ യഥാർത്ഥത്തിൽ വിഷയത്തെ അഡ്രസ് ചെയ്യണം. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. എന്ത് വിമർശനം ഉണ്ടായാലും, ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഏതാനും മാസങ്ങളായി 1000-ൽ പരം മരണങ്ങളാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്പോഴെ കേന്ദ്രത്തെ വിമർശിക്കുക. അത് വളരെ എളുപ്പമാർഗമായി സംസ്ഥാന സർക്കാർ പിന്നെ സ്വീകരിച്ചിരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് പറഞ്ഞത്, അദ്ദേഹം സംസ്ഥാനത്തിന്റെ വനഭൂമിയുടെ കണക്കാണ് അദ്ദേഹം പരാമർശിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഡേറ്റ ഒക്കെ അവൈലബിൾ ആണ്. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. 1972 അദ്ദേഹം പറഞ്ഞത് 12% വനഭൂമി. പക്ഷെ 49% കേരളത്തിലെ അന്നത്തെ വനഭൂമി എന്ന് പറയുന്നത്. 1972 ഈ വനം വന്യജീവി നിയമം വരുമ്പോൾ അത് 2006 ആയപ്പോൾ നേർ പകുതിയായി മാറി ഈ 49%. അപ്പോൾ നമ്മൾ ഈ വനം വന്യജീവി നിയമം വന്നതുകൊണ്ട് കേരളത്തില് വനം കൂടുകയാണോ ഉണ്ടായത് അതോ കുറയുകയാണോ ഉണ്ടായത് എന്നത്? അപ്പോൾ അതുപോലും എന്താ, കോൺഗ്രസിന്റെ എന്തോ കൊണ്ടത് മഹാ അപരാധമാണ് അത്ര 1972 ആക്ട്. പക്ഷെ ഈ ആക്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ ജയേന്ദ്രൻ മാഷ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. ആ ആക്ടിന്റെ 4ാം ക്ലോസ് അനുസരിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ, അല്ലെ അതുപോലെയുള്ള വന്യജീവികൾ അത് വനത്തിന് പുറത്തിറങ്ങി മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയാണെങ്കിൽ അവയെ ഇല്ലാതാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. ഞാനത് കഴിച്ചിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിന്റെ അത്രയും തന്നെ വനഭൂമിയുള്ള, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന, അവർക്ക് എത്ര എഫക്റ്റീവായിട്ടാണ്. തമിഴ്നാടൊക്കെ നമ്മുടെ റോൾ മോഡലാണ്. കാണണം, അവർ മുഴുവൻ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള കിടങ്ങൾ കുഴിച്ചിരിക്കുന്നു, സോളാർ വേലികൾ വന്നിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന അത്രയും, കാരണം ഈ പറഞ്ഞ ഈ വനഭൂമിയൊക്കെ ഈ വയനാടൊക്കെ അങ്ങ് വ്യാപിച്ചു കിടക്കുകയല്ലേ തമിഴ്നാട്ടിലേക്കും പിന്നെ കർണാടകയിലേക്കൊക്കെ. എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകാത്തതിന്റെ ഇരട്ടി ഈ പറയുന്ന പിന്നെ ജീവികൾ ആക്രമണം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം, ഇതിന് പിന്നിൽ വലിയ അഴിമതി. ഒന്ന്, സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തുകയുടെ പോലും പകുതി ഇവിടെ ലാപ്സായി മാറുകയാണ്. ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ഇവിടെ ഈ പറയുന്നത്, ഞാൻ അതുകൊണ്ട് പറയുന്നത്, വനംവകുപ്പ് മന്ത്രിക്ക് വ്യക്തിപരമായി ഇതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. എത്രയോ വിമർശനം ഉണ്ടാകുമ്പോൾ പോലും എന്താ, അദ്ദേഹം എത്ര നിസ്സാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ജനങ്ങളുടെ ഈ ദുരിതത്തെ അദ്ദേഹം പരിഹസിക്കുകയാണോ, വെല്ലുവിളിക്കുകയാണോ? ഇത്രമാത്രം രാഷ്ട്രീയ ബോധമുള്ള, ഇത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് ഭരണകക്ഷിയുടെ CPM-ന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം ഭരണകക്ഷിക്ക്, CPM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് AK ശശീന്ദ്രൻ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കസേര തെറിക്കാത്തത്. മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷി വകുപ്പായിരുന്നു ഇങ്ങനെയൊക്കെ ഈ കമന്റുകൾ പാസാക്കുകയും പരിഹസിക്കുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ മന്ത്രിയെ മാറ്റുവാനുള്ള ഒരു ആർജവത്വം ഉണ്ടാകുന്നതിന് ഞാൻ കരുതുന്നത്. ഇദ്ദേഹം ഈ നാട്ടിലും ജനങ്ങളെ മുഴുവൻ പരിഹസിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഒരു ദുരന്തമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നമ്മൾ പരിശോധിക്കാം, അന്വേഷിക്കാം. അതല്ലേ ഒരു ഉത്തരവാദിത്വം മന്ത്രിയിൽ നിന്നുണ്ടാകേണ്ടത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ മന്ത്രി എന്താ പറയേണ്ടത്? അതൊരു ദാരുണ സംഭവമായി പോയി, നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാം, നടപടികൾ സ്വീകരിക്കാം. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കാം എന്ന് നമ്മൾ പറയും. 500 മീറ്ററാണ് അവരവിടെ ഈ പറയുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതി എടുത്ത് അവര് ഈ പറയുന്ന പന്നിക്കണി ഉണ്ടാക്കിയിരിക്കുന്നത്. 500 മീറ്റർ. അതെന്താ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന് അറിയാത്തതാണോ? അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്തതാണോ?
ഇതുപോലെ ഇതിനു മുമ്പുള്ള സഭ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെ, പക്ഷെ ഒരു നിർഭാഗ്യവശാൽ ജാഗ്രതയും മന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് KSEB ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ നടന്നു നോക്കാൻ പരിമിതിയുണ്ട്, എല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വയ്ക്കുന്നത് എന്തിന് എന്നൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു.